അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വചനഭാഗം. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുമ്പോഴും ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. പത്രോസ് തന്റെ ലേഖനം എഴുതുമ്പോൾ പത്രോസ് മഹിമ കണ്ട സാക്ഷിയായി താബോർ മലയിൽ യാക്കോവും യോഹന്നാനോടും ചേർന്ന് യേശുവിന്റെ കൂടെ ആയിരിക്കുമ്പോൾ ഈ തേജസ്സിന്റെ ശബ്ദം പത്രോസ് കേൾക്കുവാൻ കർത്താവ് പത്രോസിനെ ഇടയാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പത്രോസ് പറയുകയാണ്, ഞങ്ങൾ അവന്റെ ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ഈ ശബ്ദം കേൾക്കുവാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് പത്രോസ്. ഈ പത്രോസ് ഈ ഭാഗ്യം കിട്ടിയപ്പോഴാണ് 19-ാമത്തെ വചനം പറയുന്നത്, ഈ പ്രവാചക വാക്യവും അധിക സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിലുള്ള അന്ധകാരത്തെ മാറ്റി ഒരു കർത്താവ് നിങ്ങളുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്നു എന്നാണ് പത്രോസ് പറയാൻ ഇടവന്നത്. പഴയ നിയമത്തിന്റെ ന്യായപ്രമാണം ഒരു പ്രകാശമായിരുന്നെങ്കിൽ ആ ന്യായപ്രമാണം ആരുടെ അടുക്കൽ കടന്നു ചെല്ലുന്നോ അവിടെയായിരുന്നു പ്രകാശം. എന്നാൽ ലോകത്തിന്റെ പ്രകാശമായി കടന്നു വന്ന യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് മനുഷ്യകുലത്തിന്റെ എല്ലാ അന്ധകാരങ്ങളെയും അവിടുന്ന് മാറിപ്പോകാൻ ഇടവന്നത്. ഒരു ഇരുണ്ട സ്ഥലത്ത് വിളക്ക് കത്തിച്ച് ഒരു ചെറിയ പ്രകാശം പോലെ അല്ലായിരുന്നു യേശുവിന്റെ പ്രകാശം. ഒരു വലിയ പ്രകാശം, ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെണ്മയുള്ളതും ഏതൊരു സൂര്യനേക്കാൾ ശോഭയേറിയ ദൈവിക തേജസ്സായിരുന്നു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയത്. ലോകത്തിന്റെ പ്രകാശമായിട്ട് യേശു കടന്നു വന്നെങ്കിൽ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. മരണത്തിന്റെ നിഴലിലും താഴ്വരയിലും വസിക്കുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വചനം കേൾക്കുമ്പോഴാണ് യേശു പറഞ്ഞത്, അനുദപിക്കുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന്. എന്റെ പ്രകാശം ആര് കാണുകയോ അനുഭവിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിൻ്റെ അന്ധകാരങ്ങൾ നീങ്ങിപ്പോകും, പാപം മാറിപ്പോകും. ഈ വചനം സൗഖ്യദായകമായ വചനമാണ്. രോഗമുള്ള മനുഷ്യന്റെ രോഗമുള്ള അവസ്ഥയെ മാറ്റുന്ന വചനമാണ് യേശുവിന്റെ നാമം. യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ മുടന്തനൊക്കെ സൗഖ്യപ്പെട്ടെങ്കിൽ ഉള്ളിലുള്ള അന്ധകാരത്തെയും ഉള്ളിലുള്ള രോഗത്തെയും ഉള്ളിലുള്ള പാപത്തെയും ഉള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും നീക്കാൻ കഴിയുന്ന ദൈവിക വെളിച്ചമായിട്ടാണ് ലോകത്തിലേക്ക് വന്നത്. സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും ശുക്രനേക്കാളും ഉദയനക്ഷത്രമായി ലോകത്തിൽ മുഴുവൻ വെളിച്ചം പരത്തിയ ഒരു ദൈവിക തേജസ്സായിരുന്നു ക്രിസ്തു. ആ നാമത്തെ ഒന്ന് വിളിച്ചു പ്രാർത്ഥിക്കാമോ? ആ നാമത്തെ വിളിച്ചൊന്ന് ആരാധിക്കാമോ? ആ നാമത്തെ വിളിച്ചൊന്ന് സ്തോത്രം പറയാമോ? ഇന്ന് അവന്റെ നാമം നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന നാമമാണ്. നമുക്കൊരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ, കർത്താവേ, നിന്റെ ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണമേ, നിന്റെ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, നിന്റെ കൃപയാൽ എന്നെ ബലപ്പെടുത്തണം, യേശു മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.